ഒരു മനുഷ്യന്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഘടകമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. മോഹൻലാലിന്റെ ജീവിത അനുഭവം തന്നെ അദ്ദേഹം ധാരാളം ഇന്റർവ്യൂവിൽ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്ന വേളയിൽ ആ ഒരു പരസ്യം പത്രത്തിൽ കാണുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ മോഹൻലാൽ ആ ഫോട്ടോയുമായിട്ട് പോസ്റ്റ് ഓഫീസിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ചില്ലറ ഇല്ലാത്തത് കൊണ്ട് ചില്ലറ വാങ്ങി വരാൻ പറഞ്ഞ് പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മോഹൻലാലിന് പൊതുവെ താല്പര്യമില്ലായിരുന്നു അതിനെ അപേക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തായ സുരേഷ് കുമാർ, സിനിമാ നടി മേനകയുടെയൊക്കെ ഭർത്താവായിട്ടുള്ള സുരേഷ് കുമാർ, അദ്ദേഹമാണ് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി അത് അയക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തില് ചില ഉയർച്ചകൾക്ക് നമ്മളുടെ സുഹൃത്തുക്കൾ കാരണമാകും. നല്ല സുഹൃത്തുക്കൾ ഇല്ലേ? തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഇന്റർവ്യൂ വഴി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനെയാണ് നമ്മളുടെ സമൂഹത്തിന് കിട്ടിയത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും സമൂഹത്തിലും എന്തുമാത്രം മാറ്റമാണ് വരുത്തിയത്. നമുക്ക് നന്മ വരുത്തുന്നത് പോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മളെ വലിയ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. കഞ്ചാവ് അതേപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അത് ഉപയോഗിക്കുന്നത് അവന്റെ സ്വകാര്യതയല്ലേ എന്ന് കരുതി അങ്ങനെ ലഹരി, രാസലഹരിയൊക്കെ, സർക്കാർ നിരോധിതമായിട്ടുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ വണ്ടിയിലോ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിങ്ങളോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും നിയമപാലകർ അത് പിടികൂടിയാൽ ആ കേസിനകത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ പ്രതിയായിട്ട് വരുന്നത് നിങ്ങളായിരിക്കും. നമ്മളുടെ കൂട്ടുകാരനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ചോദിക്കാൻ വേണ്ടി എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ ചെല്ലുന്ന സമയത്ത് ഒരു മാരകായുധം ഒളിപ്പിച്ചുകൊണ്ടാണ് ആ കൂട്ടുകാരൻ വരുന്നതെങ്കിൽ അവൻ ആ ശത്രുവിന്റെ നെഞ്ചിലേക്ക് കടാര താഴ്ത്തുകയാണെങ്കിൽ ഒന്നും അറിയാതെ ആ സുഹൃത്തിന്റെ കൂടെ ജസ്റ്റ് നീ ചെയ്തത് അനീതിയല്ലേ, എന്തിന് ഇവനോട് ഇത് ചെയ്തു എന്ന് ചോദിക്കാൻ വേണ്ടി ആ സുഹൃത്തിനോടൊപ്പം നടന്നുപോയ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായിട്ടായിരിക്കും നിങ്ങളുടെ മുഖം വരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ രാജകുമാരനാക്കാനും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കുറ്റവാളിയോ തടവറയിലോ ഒക്കെ എത്തിക്കാനും ഒരു സുഹൃത്ത് മതി. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. സുഹൃത്തുക്കളെ സംബന്ധിച്ചിട്ട് പലപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങള് സൗഹൃദത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെ നാം ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അവരെ കുറ്റം പറയാറുമുണ്ട്. അത് പൂർണ്ണമായി ശരിയല്ല. തെറ്റായ സൗഹൃദം നമുക്ക് ചിലപ്പോൾ ആപത്തുണ്ടാക്കാം. പക്ഷേ എന്തുകൊണ്ട് നാം തെറ്റായ സൗഹൃദത്തിലേക്ക് പോകുന്നു? അതിന്റെ ഒരു കാരണം നമ്മളുടെ മനോഭാവവുമാണ്. എന്താണ് എന്നല്ലേ നിങ്ങളുടെ ചിന്ത? വിളയും കളയും കേട്ടിട്ടില്ലേ? വിളയും കളയും. എന്താണ് വിളയും കളയും തമ്മിലുള്ള വ്യത്യാസം? വിള എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന വസ്തു, അവിടെ നമുക്ക് ആവശ്യമില്ലാതെ കിളിച്ചു വരുന്നതാണ് കള. നിങ്ങൾ നെൽകൃഷി ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അവിടെ വീണ ചീരയുടെ വിത്ത് കിളിച്ചു വന്നാൽ ആ നെൽകൃഷിക്ക് അത് കളയാണ്, ശരിയല്ലേ? ഇനി നേരെ തിരിച്ച് നിങ്ങൾ ചീര കൃഷി ചെയ്യുമ്പോൾ അവിടെ നെൽവിത്ത് വീണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നെൽവിത്ത് വീണ് അവിടെ നെല്ല് കിളിച്ചു വന്നാൽ ആ ചീര കൃഷിക്ക് നെല്ല് കളയാണ്. കളയും വിളയും സാഹചര്യം അനുസരിച്ചിട്ട് മാറും. സൗഹൃദം എങ്ങനെയാണ് വരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റായൊരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടുന്നത്? നിങ്ങളുടെ മനോഭാവം, ആ തെറ്റിനെ ന്യായീകരിക്കുന്ന മനോഭാവം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സൗഹൃദത്തിൽ ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ 100% നമുക്ക് കൂട്ടുകാരെ അതിന് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. മക്കൾ തെറ്റ് കാണിച്ചാൽ മാതാപിതാക്കൾ കുറ്റം പറയുന്നത് അവരുടെ കൂട്ടുകാരെയാണ്, അല്ലേ? സഹോദരി തെറ്റിലേക്ക് പോയാൽ സഹോദരൻ കുറ്റം പറയുന്നത് കൂട്ടുകാരികളെയാണ്. സഹോദരൻ തെറ്റിലേക്ക് പോയാൽ സഹോദരിമാർ കുറ്റം പറയുന്നത് ആ സഹോദരന്റെ കൂട്ടുകാരെയാണ്. ഭർത്താവ് തെറ്റിലേക്ക് പോയാൽ ഭാര്യ കുറ്റം പറയുന്നത് ഭർത്താവിന്റെ കൂട്ടുകാരെയാണ്. 50% മാത്രമാണ് ശരി. കാരണം ഇവരുടെ മനോഭാവം അതായതുകൊണ്ടാണ് അവർ ഈ തെറ്റുകാരായിട്ടുള്ള ആൾക്കാരെ കൂട്ടുകാരായിട്ട് തിരഞ്ഞെടുത്തത്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ ആശ്രയിക്കുന്ന, നമ്മളെ തേടി വരുന്ന കൂട്ടുകാരെ നാം ഒഴിവാക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ സൗഹൃദം സൂക്ഷിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരെ നാം വിശ്വസിക്കാൻ പാടില്ല. എന്നായാലും അവര് നമുക്ക് ഒരു ഗുണപ്രദമായ ഒരു സൗഹൃദമായിരിക്കില്ല നൽകുന്നത്.
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് തോന്നിയാൽ അത്തരം കൂട്ടുകെട്ടുകൾ നാം പതുക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെയാണ് എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറയുന്ന വ്യക്തികളെ നമ്മുടെ സൗഹൃദ വലയത്തിൽ നാം നിർത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. നാം ഏതൊരു കാര്യം ചെയ്യാൻ പോയാലും നമ്മുടെ മനസാക്ഷി ആദ്യം നമ്മളോട് എന്താണ് പറയുക? അത് ചെയ്യണ്ട എന്നല്ലേ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം തുടങ്ങുന്ന സമയത്ത് ഈ അരുത് എന്ന് നമ്മളുടെ മനസ്സ് തന്നെ നമ്മളുടെ അടുത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് അതിലൊരു ഭയം ഉണ്ടാകും. വിജയിക്കുമോ, പരാജയപ്പെടുമോ, വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. നമ്മളെക്കാൾ നെഗറ്റീവ് മൈൻഡുള്ള ഒരാളാണ് നമ്മളുടെ കൂടെ സുഹൃത്തായിട്ട് നമ്മുടെ പങ്കാളിയായിട്ടുള്ളതെങ്കിൽ അവർ നമ്മളുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് മൈൻഡിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കും, ആ നെഗറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്ക് ജീവിത വിജയം നേടുന്നതിന് അത് തടസ്സമായിട്ട് മാറും. അതേപോലെ തന്നെയാണ് നാം നമ്മളുടെ കാര്യങ്ങളിലെ സ്തുതിപാഠകരായിട്ടുള്ള ആൾക്കാരെ, നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരെ, അവരെയും നാം ഒരു കൈ അകലത്തിൽ നിർത്തേണ്ടതാണ്. അവരും നമ്മളെ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കും. കാരണം നാം ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കണം, അതേസമയം എല്ലാ കാര്യത്തിലും യെസ് പറയുന്ന ആൾക്കാരെയും ഒഴിവാക്കണം, ഇല്ലേ? പിന്നെ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നാം നമ്മളുടെ സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? പോസിറ്റീവ് മൈൻഡായിട്ടുള്ളവരെ. അവര് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും, ശരി കണ്ടാൽ ശരിയാണെന്ന് പറയും. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല നമ്മളെ കൂട്ടുകൂടുന്നത്. അതായത് നിങ്ങളൊരു സുഹൃത്ത്, എങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സുഹൃത്തായി തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ സിമ്പിളായി ഒറ്റ വാക്കില് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഉത്തരം അർജുനനും കൃഷ്ണനും പോലെയുള്ളതായിരിക്കണം നിങ്ങളുടെ ബന്ധം. അർജുനനെ, ആ കൃഷ്ണന്റെ സൗഹൃദം ആണ് അർജുനനെ അർജുനനാക്കി മാറ്റിയത്. കൃഷ്ണൻ കൂടെയില്ലെങ്കിൽ അർജുനനില്ല. ആ യുദ്ധഭൂമിയിൽ എല്ലാം തളർന്ന് ആയുധം താഴെ വെച്ച് നിൽക്കുമ്പോൾ അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഗീതോപദേശം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ നാം തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഊർജമായി മാറുന്നവനായിരിക്കണം നമ്മളുടെ സുഹൃത്ത്. അങ്ങനെ ശരിയായ സൗഹൃദമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ കൂടുതൽ ഉപയോഗിക്കാനും ജീവിത വിജയം നേടാനും ആ സൗഹൃദം നിങ്ങളെ സഹായിക്കും. അത്തരം സൗഹൃദങ്ങളെ കണ്ടെത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.